സോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ലൈറ്റ് സീനിൽ എങ്ങനെയൊക്കെ മൂവ് ചെയ്താലും ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മളുടെ ഒബ്ജക്റ്റിൻ്റെ എക്സ്പോഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ലൈറ്റ് ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് നമ്മുടെ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഹേയ് വാട്സ്ആപ്പ് ഗായ്സ്, സാറ്റ് സ്റ്റുഡ്സിൻ്റെ പുതിയൊരു ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ ഡെവലപ്മെൻറ്റ് വിത്ത് HDRI ട്യൂട്ടോറിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മായയിൽ ഒരു മാജിക് ട്രിക്കാണ്. ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു മോഡലിംഗ് ആർട്ടിസ്റ്റ് തൊട്ട് ലൈറ്റിംഗ് ആർട്ടിസ്റ്റ് വരെ ആർക്കായാലും ഇപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് പോർട്ട്ഫോളിയോ ചെയ്യണമെങ്കിൽ, ഒരു ലൈറ്റ് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ സോഫ്റ്റ്വെയർ ലൈറ്റ് സെറ്റ് ചെയ്യുമ്പോൾ യൂഷ്വലായിട്ട് സംഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. നമ്മളൊരു ലൈറ്റ് ഫസ്റ്റ് ഒരിടത്ത് പ്ലേസ് ചെയ്യും, അതിന് ആ ഒരു ഒബ്ജക്റ്റിലേക്ക് എക്സ്പോഷർ അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നുന്നതാണ് ലൈറ്റ് പിന്നീട് ഒരു ബെറ്റർ പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യണം. സോ ആ പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നേരത്തെ വെച്ച എക്സ്പോഷറിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പിന്നെയും ആ ഒരു മുമ്പേ വെച്ച എക്സ്പോഷറിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒന്നും കൂടെ ആ ഒരു എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. സോ ഇതുപോലെ തന്നെ നമ്മളൊരു 3-4 സ്ഥലത്തേക്ക് ലൈറ്റ് ചേഞ്ച് ചെയ്ത് വെച്ച് നമ്മളൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യണം, ടെസ്റ്റ് ചെയ്യാണെന്ന് നോക്കുക. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും ഈ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു തലവേദന പിടിച്ച കാര്യമാണ്. സോ ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന ഒരു എക്സ്പ്രഷനാണ്. ആ എക്സ്പ്രഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എക്സ്പോഷർ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവും. സോ നമ്മൾ ഒരു പ്രാവശ്യം ലൈറ്റിൻ്റെ എക്സ്പോഷർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റേണ്ട കാര്യം ഉണ്ടാവില്ല. ലൈറ്റ് എങ്ങോട്ടേക്ക് മാറ്റി വെച്ചാലും എക്സ്പോഷർ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് എക്സ്പോഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. സോ അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ട്യൂട്ടോറിയലിൽ ഞാൻ മായ ആൻഡ് അർണോൾഡ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിലും PBR വർക്ക്ഫ്ലോ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയറിലും റെൻഡർ എഞ്ചിനിലും ഇത് വർക്ക് ചെയ്യാൻ പറ്റും. സോ ആ ഒരു മെത്തേഡും കൂടെ ഇതിൻ്റെ ഒപ്പം ഞാൻ കാണിക്കുന്നതാണ്. ആൻഡ് ഇതിൽ എക്സ്പ്രഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ സ്ക്രിപ്റ്റിങ്ങിൻ്റെ കുറച്ച് നോളജ് ആവശ്യമാണ് എന്ന് പറയുന്നില്ല, കാരണം ഇത് സ്ക്രിപ്റ്റിംഗ് അറിയാത്തവർക്കും എക്സ്പ്രഷൻ ഒരു പരിചയമില്ലാത്തവർക്കും ജസ്റ്റ് സ്ക്രിപ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവുന്ന തരത്തിലായിട്ടുള്ള ഒരു സിമ്പിൾ സ്ക്രിപ്റ്റാണിത്. സോ എന്താണ് അതിൽ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് ഞാനിതിൽ എക്സ്പ്ലെയിൻ ചെയ്യും. സോ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ ഇത് വർക്കാവും. ആൻഡ് സ്ക്രിപ്റ്റിംഗ് അറിയില്ല അല്ലെങ്കിൽ പരിചയമില്ലാത്തവർക്ക് വേണമെങ്കിൽ നോട്ട് ബേസ്ഡ് ആയിട്ടും ഇത് ചെയ്യാം. നോട്ട്സ് വെച്ചിട്ട് ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അതായത് ലൈറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എക്സ്പോഷർ ചേഞ്ച് ചെയ്യുക മാത്രമല്ല ഷാഡോയുടെ സോഫ്റ്റ്നെസ് മാറിക്കൊണ്ടിരിക്കും. സോ രണ്ടാമത്തെ ട്രിക്ക് ഇതാണ്, ലൈറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഷാഡോയുടെ സോഫ്റ്റ്നെസ് അതേപടി കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അതോടൊപ്പം സീനിൻ്റെ ആ ഒരു ഷാഡോ കൊണ്ടുള്ള കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ആവാതിരിക്കാനുള്ള ഒരു ട്രിക്കും കൂടി ഞാൻ പറഞ്ഞിരുന്നുണ്ട്. സോ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. സോ ഇവിടെ ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബേസിക് ലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ യൂഷ്വലി സംഭവിക്കുന്നൊരു കാര്യമാണ്, നമ്മളുടെ ലൈറ്റിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട് ലൈറ്റ് ബ്രൈറ്റ്നസ് ചേഞ്ച് ആവും. പക്ഷെ നമ്മളുടെ ഇവിടെ കാണിക്കുന്ന ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു എക്സ്പ്രഷൻ്റെ പ്രത്യേകത, ലൈറ്റ് എങ്ങനെ മൂവ് ചെയ്താലും ഞാനിവിടെ ഒരു പ്രത്യേക പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പോയിന്റിലേക്ക് ലൈറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു ടൈഗറിൻ്റെ ഫേസ് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ആ ഒരു പോയിന്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അടുത്തേക്കും അകത്തേക്കും കൊണ്ടുപോയാലും ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ലൈറ്റിൻ്റെ എക്സ്പോഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആൻഡ് രണ്ടാമത്തേത് ഷാഡോയാണ്. അതായത് ഈ ഒരു ഫസ്റ്റത്തെ ലൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ഷാഡോ ശ്രദ്ധിച്ചാൽ മതി. ലൈറ്റ് അടുത്തേക്ക് വരും തോറും ഷാഡോ സോഫ്റ്റ് ആവുകയും അകലേക്ക് പോകും തോറും ഷാഡോയുടെ എഡ്ജ് ഹാർഡ് ആവുകയും ചെയ്യും. പക്ഷെ ഇവിടെ നമ്മൾ രണ്ടാമത് പറയുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രശ്നവും ഇല്ലാതെയാവും. ഇപ്പോൾ ഇത് ഓൾറെഡി സോഫ്റ്റ് ആയിട്ടുള്ള ഷാഡോ ആണ് ഇത്. പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് എങ്ങനെ മൂവ് ചെയ്താലും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ആ ഒരു പൊസിഷൻ അനുസരിച്ച് ചെറുതായിട്ട് ഇൻഡയറക്റ്റ് ബൗൺസസ് കയറുന്നു എന്നല്ലാതെ ഷാഡോയുടെ സോഫ്റ്റ്നെസ് അതേപടി നിൽക്കുന്നു. കാരണം ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ലൈറ്റ് മൂവ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസിനനുസരിച്ച് ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ചെറുതാവുകയും വലുതാവുകയും ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ സ്കെയില് ചേഞ്ച് ആവുന്നതുകൊണ്ടാണ് അത് ആ ഷാഡോ കോൺട്രാസ്റ്റ് കൃത്യമായിട്ടേക്കുന്നത്. സോ ഈ 2 സ്ക്രിപ്റ്റാണെന്ന് പറയാൻ പോകുന്നത്. സോ ഈ സ്ക്രിപ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ബേസിക് ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ പിന്നിലെ ഒരു ഫിസിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കാര്യം നമ്മൾ ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നമുക്ക് അറിയേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മളുടെ വർക്ക് ഫ്ലോയിൽ പോകാൻ വേണ്ടി സ്ക്രിപ്റ്റ് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ വർക്കാവും. ഇനി നമ്മളുടെ ഈ ഒരു വരുന്ന സമയങ്ങളിൽ ലൈറ്റിംഗ് ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു പൊസിഷനിൽ നിന്ന് ലൈറ്റിംഗ് TD എന്നൊരു പൊസിഷനിലേക്ക് നമ്മളുടെ ഡെസിഗ്നേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ മോസ്റ്റ് സ്റ്റുഡിയോസ് എല്ലാം ലൈറ്റിംഗ് TDസിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ജസ്റ്റ് ആർട്ടിസ്റ്റിക് നോളജും സ്കില്ലും മാത്രമല്ല, അവർ കുറച്ചുകൂടി ടെക്നിക്കൽ സ്കിൽസും അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മളിൽ നിന്ന്. സോ അങ്ങനെ ടെക്നിക്കൽ സ്കിൽസ് അറിയണം, ഇങ്ങനെയുള്ള ടെക്നിക്കൽ തിങ്സ് അറിയണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഈ ഒരു ബേസിക് ഇത് കണ്ടാൽ മതി. ഇല്ലാതെ ആർട്ടിസ്റ്റിക് മാത്രം പ്രിഫർ ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ടൈം സ്റ്റാമ്പ് ഉണ്ട് ഇതിൽ, ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം, നേരെ ആ ഒരു സ്ക്രിപ്റ്റിങ്ങിൻ്റെ പാർട്ടിലേക്ക് നേരെ സ്കിപ്പ് ചെയ്യാം. ആൻഡ് നമുക്ക് ഇതിൻ്റെ തിയറിയിലേക്ക് കിടക്കാം. സോ ലൈറ്റ് ഇപ്പോൾ PBR വർക്ക് ഫ്ലോ ഫോളോ ചെയ്യുന്ന ഏതൊരു സോഫ്റ്റ്വെയറും റെൻഡർ എഞ്ചിനും ഫോളോ ചെയ്യുന്നത് ലൈറ്റ്സ്, റിയൽ വേൾഡ് ലൈറ്റ്സിൻ്റെ കുറച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് തന്നെ എക്സാക്ട്ലി ആ ഒരു റിയൽ വേൾഡ് ലൈറ്റ് മിമിക് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ലോസും റൂൾസും എല്ലാം തന്നെയാണ് നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ PBR ലൈറ്റ്സിൽ എല്ലാത്തിലും കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ലൈറ്റ്സുകളുടെ ഒരു പ്രോപ്പർട്ടിയാണ് DK അല്ലെങ്കിൽ ഫോൾ ഓഫ് എന്ന് പറയുന്നത്. സോ DK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. നമുക്കറിയാം ഒരു ലൈറ്റ് അതിൻ്റെ ഇൻറ്റൻസിറ്റി ആ ലൈറ്റിൽ നിന്ന് ദൂരം കൂടുന്തോറും ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. ഇപ്പോൾ നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഒരു ബൾബാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾബിൻ്റെ തൊട്ടരികത്തേക്ക് ഒബ്ജക്റ്റ് കൊണ്ടുവരുമ്പോൾ ഒബ്ജക്റ്റിന് ബൾബ് ഭയങ്കര ബ്രൈറ്റായിട്ട് ലിറ്റ് ചെയ്യും. പക്ഷേ അകലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. സോ ഇതാണ് ബേസിക്കലി DK അല്ലെങ്കിൽ ഫോളോ ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈറ്റ് ഡിസ്റ്റൻസിലേക്ക് പോകുന്തോറും അതിൻ്റെ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കും. സോ അതിൻ്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞു ഒരു പോയിന്റിൽ എത്തുമ്പോൾ അത് ഫുള്ളായിട്ട് 0 ആവും. സോ ഇതാണ് DK. സോ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ DK 3 ടൈപ്പ് DKs ഉണ്ട്. ഇപ്പോൾ മായയുടെ സോഫ്റ്റ്വെയർ ലൈറ്റ്സിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ലിനിയർ DK ഉണ്ട്, ക്യൂബിക് DK ഉണ്ട്, ക്വാഡ്രാറ്റിക് DK ഉണ്ട്. ഇതിൽ ക്വാഡ്രാറ്റിക് DK ആണ് റിയൽ വേൾഡ് ലൈറ്റ്സിൻ്റെ DK റേറ്റ് എന്ന് പറയുന്നത്. സോ ക്വാഡ്രാറ്റിക് DK ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് അല്ലെങ്കിൽ ലോ ആണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുന്നത്. സോ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവേഴ്സ് സ്ക്വയർ ലോ പറയുന്നത് ഇതാണ്: ഒരു ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ആ ലൈറ്റിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് വിപരീത അനുപാതത്തിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ, ആ ഒരു ഡിസ്റ്റൻസിനെ വീണ്ടും ആ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് സ്ക്വയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഒരു സ്ക്വയറിന് വിപരീത അനുപാതം, അതായത് ഡിസ്റ്റൻസ് കൂടുന്തോറും ലൈറ്റ് കുറയും. പക്ഷേ ഈ ഒരു അനുപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസിനോട് അല്ല അനുപാതം, ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറുമായിട്ടാണ് ഇതിൻ്റെ പ്രൊപ്പോർഷൻ ഉള്ളത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു ലോ വെച്ച് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിനും ഒബ്ജക്റ്റിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് ഇരട്ടിയാകുമ്പോൾ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി 4/1 കുറയും. സോ ഈ ഒരു ലോ വെച്ചിട്ട്, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എഴുതുകയാണെങ്കിൽ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് I ആണ്, ഡിസ്റ്റൻസ് ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് D ആണെന്ന് വെക്കുക. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ വരുന്നത് I പ്രൊപ്പോർഷണൽ ടു 1/d² എന്ന് വരും, അതായത് വിപരീത അനുപാതം. സോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടി ഡിറൈവ് ചെയ്യാം മാത്തമാറ്റിക്സ് വഴി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ എക്സാമ്പിൾ, നമ്മളുടെ ഈ ഒരു ട്യൂട്ടോറിയലിൽ കാണിച്ചിരിക്കുന്ന ലൈറ്റ് തന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കൂടുന്തോറും ഓട്ടോമാറ്റിക്കലി എത്രയാണോ അതിൻ്റെ ഇൻറ്റൻസിറ്റി ആ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഉണ്ടായിരുന്നത് അതേ ഇൻറ്റൻസിറ്റി വേറൊരു ഡിസ്റ്റൻസിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസിനൊപ്പം ഓട്ടോമാറ്റിക്കലി അതേ പ്രൊപ്പോർഷനിൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും കൂടുകയാണ്. സോ ഇങ്ങനൊരു സിറ്റുവേഷൻ റിയൽ വേൾഡിൽ ഉണ്ടെന്ന് വെക്കുക. അതായത് ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റിൻ്റെ ഡിസ്റ്റൻസ് കൂടുന്തോറും അതിൻ്റെ ഇൻറ്റൻസിറ്റിയും ഓട്ടോമാറ്റിക്കലി കൂടുന്നു. സോ നമ്മളുടെ ഈ പ്രൊപ്പോർഷൻ പറയുമ്പോഴത്തേക്കും അത് രണ്ട് പ്രൊപ്പോർഷനും വിപരീത അനുപാതം അല്ലാതെ നേർ അനുപാതത്തിലാണ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. അതായത് വിപരീത അനുപാതം എന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഇൻറ്റൻസിറ്റി കുറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ പറയുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരേ അനുപാതത്തിലാണ് പോകുന്നത്. അതായത് ലൈറ്റ് ഡിസ്റ്റൻസ് കൂടുന്തോറും ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും കൂടുന്നു. സോ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് മാത്തമാറ്റിക്കലി ഒരു ഇക്വേഷൻ എഴുതാം. അതായത് ഇൻറ്റൻസിറ്റിയെ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കിട്ടുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. കാരണം ഇത് രണ്ടും ഒരേ
പോലെയാണ് ഇൻക്രീസ് ആവുന്നതും ഡിക്രീസ് ആവുന്നതും. സോ എപ്പോഴും നമുക്ക് ആ വാല്യൂ തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇക്വേഷൻ എഴുതാം I/d² = a constant. സോ ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ചിന്തിക്കുക. അതായത് നമുക്ക് എപ്പോഴും ഈ ഒരു സിറ്റുവേഷനിൽ ഇൻറ്റൻസിറ്റിയെ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത് 1 ആണ്, വാല്യൂ 1. സോ അങ്ങനെയുള്ള സമയത്ത് ഇക്വേഷൻ പിന്നെയും കുറച്ചുകൂടി സിമ്പിൾ ആവും. I അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് സ്ക്വയറിന് ഈക്വൽ ആവും. I = d² എന്ന് വരും ആ ഇക്വേഷൻ. സോ അങ്ങനെയുള്ള ഒരു സിമ്പിൾ ഇക്വേഷനാണ് നമ്മൾ ഈ മായയിൽ എക്സ്പ്രഷൻ ത്രൂ ആഡ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കിവിടെ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ലൈറ്റിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടിന്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ടൂൾ ഉണ്ടാക്കുക. എന്നിട്ട് ആ ഒരു ഡിസ്റ്റൻസ് എക്സ്പ്രഷൻ ത്രൂ ഇൻറ്റൻസിറ്റിയിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കുക. സോ നമ്മളുടെ ഡിസ്റ്റൻസ് മാറുന്തോറും ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ കണക്കാക്കി ഇൻറ്റൻസിറ്റിയിലേക്ക് ആ വാല്യൂ ലോഡ് ആവും. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങളേ ഉള്ളൂ. ഈ ഒരു എക്സ്പ്രഷൻ വർക്ക് ചെയ്യുക ഇൻറ്റൻസിറ്റിയിൽ മാത്രമാണ്. സോ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഡിസ്റ്റൻസ് കണക്കാക്കുമ്പോൾ എപ്പോഴും നമ്മൾ സെൻറ്റിമീറ്ററിലായിരിക്കണം കണക്കാക്കേണ്ടതെന്നുള്ളതാണ്. ഇനി നമുക്ക് ഇത് പ്രാക്ടിക്കലി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഫുൾ ഗ്രൂപ്പ് അങ്ങ് ഫസ്റ്റ് ക്ലോസ് ചെയ്യാം. ആൻഡ് ഇത് നമ്മളുടെ ഒരു ബേസിക് സെറ്റപ്പാണ്. ഇതിൽ എനിക്കൊരു ഒബ്ജക്റ്റ് ഉണ്ട്. ഇതൊരു 3D സ്കാനാണ്. 3dscan.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒരുപാട് നല്ല 3D സ്കാൻസ് അതിൽ കിട്ടും. സോ ലൈറ്റിംഗ് പഠിക്കാനും എല്ലാത്തിനും ഭയങ്കര ഉപകരിക്കുന്ന കാര്യമാണ്. ഒറ്റ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പോളി മെഷ് ആയിരിക്കില്ല. സോ ഇതൊരു ഒബ്ജക്റ്റ് ആൻഡ് ഒരു ബേസിക് ക്യാമറ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ക്യാമറ വ്യൂ. സോ ക്യാമറയിൽ പ്രത്യേകിച്ച് സെറ്റിംഗ്സ് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഫോക്കൽ ലെങ്ത് 85 ആക്കിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ആൻഡ് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലൊക്കേറ്റർ ക്രിയേറ്റ് ചെയ്യണം. സോ ഈ ലൊക്കേറ്ററിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൊക്കേറ്ററാണ് നമ്മളുടെ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ നിർണ്ണയിക്കുന്നത്. അതായത് ഈ ലൊക്കേറ്റർ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ലൈറ്റിലേക്കുള്ള ദൂരമായിരിക്കും നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് അളക്കുക. സോ ഇതൊരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഒരു ഒബ്ജക്റ്റ് ഫുള്ളായിട്ട് നമുക്ക് ഒരിക്കലും ആ ഒരു കോൺസ്റ്റന്റ് എക്സ്പോഷർ വരുത്താൻ പറ്റില്ല. ജസ്റ്റ് ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്കുള്ള എക്സ്പ്രഷനെ വർക്ക് ചെയ്യുള്ളൂ. സോ നമ്മൾ ലൊക്കേറ്റർ ക്രിയേറ്റ് ചെയ്തു. ഞാൻ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇതിൽ പ്രോപ്പറായിട്ട്. ആൻഡ് രണ്ടാമത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ലൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അർണോൾഡ് ഏരിയ ലൈറ്റാണ്. സോ ഈ ഇക്വേഷൻ 3 ലൈറ്റ്സിൽ വർക്കാവും. ഏരിയ ലൈറ്റ്, പോയിന്റ് ലൈറ്റ് ആൻഡ് സ്പോട്ട് ലൈറ്റ്. ഡയറക്ഷൻ ലൈറ്റിൽ ഇത് വർക്കാകില്ല, കാരണം ഡയറക്ഷൻ ലൈറ്റിന് പോയിന്റ് ഓഫ് ഒറിജിൻ ഇല്ല. സോ ബാക്കിയുള്ള ലൈറ്റിനും നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ പിവറ്റ് പോയിന്റ് എവിടെയാണോ അവിടെ നിന്നാണ് ആ ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഡയറക്ഷൻ ലൈറ്റിൻ്റെ കേസിൽ നമുക്കറിയാം അത് നമ്മളുടെ ആ ഒരു ലൊക്കേറ്ററിൻ്റെ ഭാഗത്ത് നല്ല ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്നു, ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഡയറക്ഷൻ ലൈറ്റിൻ്റെ ഒരു ബേസിക് സംഭവം എന്ന് പറയുന്നത്. സോ ഇതിൻ്റെയും സ്കെയിൽ ഞാനൊന്ന് അപ്പ് ചെയ്യാണ്. ആൻഡ് നമുക്കിപ്പോൾ ലൈറ്റായി ലൊക്കേറ്ററായി. ഇനി രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇവിടെ ലൈറ്റ് വെച്ചു, അത് കഴിഞ്ഞ് എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞ് ലൈറ്റ് മൂവ് ചെയ്യുമ്പോൾ ലൈറ്റിൻ്റെ മൂവ്മെൻറ്റ് പോകുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ്. നമുക്കെപ്പോഴും ഉപകാരപ്പെടുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഈ ഒരു പോയിന്റിലേക്ക് തന്നെയാണ് എല്ലാ ടൈമും ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് എങ്ങോട്ട് കൊണ്ടുപോയാലും ഓട്ടോമാറ്റിക്കലി അത് റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു ലൊക്കേറ്ററിലേക്ക് ഫോക്കസ് ചെയ്യും. സോ അങ്ങനെ ഒരു ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം ജസ്റ്റ് മൂവ് ചെയ്യേണ്ട ചടങ്ങ് മാത്രമേ ഉള്ളൂ, പിന്നെ റൊട്ടേറ്റ് ചെയ്ത് ഇതിലേക്ക് ഫോക്കസ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. സോ ആ ഒരു കാര്യത്തിനായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിനെ ഈ ഒരു ലൊക്കേറ്ററായിട്ട് എയിം കൺസ്ട്രെയിൻ ചെയ്യുകയാണ്. സോ എയിം കൺസ്ട്രെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഒരു എക്സിലെ ഈ ഒരു ഓറിയൻറ്റേഷൻ, ഇതിൻ്റെ ഹൈറ്റും ഈ ഒരു എക്സ് ആക്സിസിലെയും പൊസിഷൻ ഈ ഒരു ലൊക്കേറ്റർ നേരെയാക്കുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് സ്ട്രെയിറ്റ് വെച്ച് കൺസ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മൂവ് ചെയ്യുമ്പോൾ ലൈറ്റ് കറക്റ്റായിട്ട് ഇതിന് കൺസ്ട്രെയിൻ ആയിക്കോളും. സോ അതിനായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൈറ്റ് ക്ലിക്ക് ചെയ്ത് ലൈറ്റ് സെലക്ട് ചെയ്യുക, സെക്കൻഡിൽ ലൊക്കേറ്റർ സെലക്ട് ചെയ്യുക, എന്നിട്ട് ചാനൽ ബോക്സിലേക്ക് വന്നിട്ട് ഈ ട്രാൻസ്ലേറ്റ് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് ടാബ് പ്രസ് ചെയ്യുക 2 പ്രാവശ്യം. സോ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേറ്ററിൻ്റെ വാല്യൂ ഈ ലൈറ്റിലേക്ക് ട്രാൻസ്ഫർ ആയി. സോ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ കാണാം 2 ട്രാൻസ്ലേറ്റ് എക്സ് ആൻഡ് വൈ വാല്യൂസ് സെയിം ആണ്. സോ ഇസെറ്റിൻ്റെ വാല്യൂസ് സെയിം ആക്കേണ്ട കാര്യമില്ല, കാരണം ഇസെറ്റ് നമ്മൾ ഈ ഒരു ആക്സിസ് ആണ്, ഇത് നമുക്ക് ഇത്തിരി ഡിസ്റ്റൻസിൽ ഇവിടെ ഈ ഒരു പൊസിഷൻ തന്നെയാണ് വേണ്ടത്. സോ നമുക്ക് ഈ ലൊക്കേറ്റർ നമ്മളുടെ ഒബ്ജക്റ്റ് ലൊക്കേറ്ററാണ്. സോ നമുക്കൊന്ന് ലൊക്കേറ്റർ റീനെയിം ചെയ്യാം, ഒബ്ജക്റ്റ് ലൊക്കേറ്റർ. ആൻഡ് ലൈറ്റിനെ നമുക്ക് ജസ്റ്റ് ഫോർ ദ ടൈം ബീയിങ് ലൈറ്റ് അല്ലെങ്കിൽ LGT എന്ന് ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്തിട്ട് ഇനി നമുക്ക് കൺസ്ട്രെയിൻ ചെയ്യാം. കൺസ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ലൊക്കേറ്റർ സെലക്ട് ചെയ്യുക, രണ്ടാമത് ലൈറ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഈ ഒരു മോഡലിംഗ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അനിമേഷനിലേക്ക് പോവുക, അതിൽ കൺസ്ട്രെയിൻ ക്ലിക്ക് ചെയ്യുക,
എയിം കൺസ്ട്രെയിൻ്റെ ഓപ്ഷൻസിൽ പോവുക, ഈ ഒരു സ്ക്വയറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻസ് വരും. ജസ്റ്റ് ഒന്ന് സെറ്റിങ്സ് റീസെറ്റ് ചെയ്യുക. ഇതിൽ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, മെയിൻറ്റെയിൻ ഓഫ്സെറ്റ് ഓൺ ചെയ്യുക ആൻഡ് കൺസ്ട്രെയിൻ ആക്സിസ് ഓൾ എന്നുള്ള ടിക്കാണെന്ന് ഉറപ്പ് വരുത്തുക. ആൻഡ് ജസ്റ്റ് ആഡ് ക്ലിക്ക് ചെയ്യും. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ ഉള്ളിൽ ഒരു കൺസ്ട്രെയിൻ ആഡ് ആയിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾ ലൈറ്റ് നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ ലൈറ്റ് എങ്ങോട്ട് മൂവ് ചെയ്താലും ആ ഒരു ലൊക്കേറ്ററിനെയാണ് പോയിന്റ് ചെയ്യുന്നത്. സോ ഇനി നമ്മൾ ലൈറ്റ് എങ്ങോട്ടൊക്കെ മൂവ് ചെയ്താലും ഈ ഒരു നമ്മൾ പിന്നീട് റൊട്ടേറ്റ് ചെയ്യേണ്ട ബുദ്ധിമുട്ടില്ല നമുക്ക്. ഇനി അടുത്ത ഒരു ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ടൂൾ. സോ മായയിൽ ഡിഫോൾട്ട് ഒരു ടൂൾ ഉള്ളത് ഡിസ്റ്റൻസ് ഡയമെൻഷൻ ഷേപ്പ് ടൂൾ എന്നുള്ള ഒരു ടൂളുണ്ട്. സോ അതെടുക്കാനായിട്ട് പോകേണ്ടത് ക്രിയേറ്റ് മെനു പോവുക, മെഷർ ടൂൾസിൽ ഡിസ്റ്റൻസ് ടൂൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് വ്യൂ പോർട്ടിൽ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് 2 ലൊക്കേറ്റേഴ്സ് ക്രിയേറ്റ് ആവും. ആൻഡ് ആ ലൊക്കേറ്റേഴ്സിൻ്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ലൊക്കേറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ നമുക്ക് കാണാം കാൽക്കുലേറ്റ് ചെയ്തിട്ട്. സോ ഈ ഒരു ഡിസ്റ്റൻസ് ഡയമെൻഷൻ ടൂള് ചെയ്യുന്നത് അതാണ്, ഈ 2 പോയിന്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് തരും. സോ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ലൊക്കേറ്ററിൻ്റെ പൊസിഷനിൽ പാരന്റ് ചെയ്യുക ഈ ലൊക്കേറ്ററുമായിട്ട്. ആൻഡ് രണ്ടാമത്തെ ലൊക്കേറ്ററിനെ ലൈറ്റിൻ്റെ പൊസിഷനിലേക്ക് വെച്ചിട്ട് ലൈറ്റുമായിട്ട് പാരന്റ് ചെയ്യുക. സോ ഈ 2 ലൊക്കേറ്ററും ലൈറ്റ് മൂവ് ചെയ്യുമ്പോൾ അതിനൊപ്പം ഈ ലൊക്കേറ്റർ മൂവ് ചെയ്യും. ഈ ഒരു ഡിസ്റ്റൻസ് ഈ 2ൻ്റെയും ഇടയിലുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. സോ അതിനായിട്ട് ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ ലൈറ്റ് ഇതുമായിട്ട് ഓറിയൻറ്റ് ചെയ്ത പോലെ ഫസ്റ്റ് ലൊക്കേറ്റർ ക്ലിക്ക് ചെയ്യുക, രണ്ടാമത് നമ്മളുടെ മെയിൻ ലൊക്കേറ്റർ സെലക്ട് ചെയ്യുക, ചാനൽ ബോക്സിൽ പോവുക. ഇതിൽ നമ്മൾ 3 വാല്യൂസും ഒപ്പമാക്കണം. സോ നമുക്ക് ട്രാൻസ്ലേറ്റ് ടെക്സ്റ്റിൽ വെച്ചിട്ട് ടാബ് ടാബ് ടാബ്. സോ 3 പ്രാവശ്യം ടാബ് പ്രസ് ചെയ്യുമ്പോൾ ഈ ലൊക്കേറ്റർ നമ്മുടെ മെയിൻ ലൊക്കേറ്ററിൻ്റെ പൊസിഷനിലേക്ക് വന്നു. ഇനി നമുക്ക് മിഡിൽ മൗസ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റ് ലൊക്കേറ്ററിൻ്റെ ഉള്ളിലേക്ക് ഇതിനിടാം. സോ ഇപ്പോൾ ഇത് ഒബ്ജക്റ്റുമായിട്ട് പാരൻ്റായി. ഇനി ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ലൊക്കേറ്റർ അതിനൊപ്പം മൂവ് ചെയ്യും. നമുക്ക് ആ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ആവുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് മാറുന്നുണ്ട് അതിൻ്റെ ഓറിയൻറ്റേഷൻ. സോ രണ്ടാമത് നമുക്ക് രണ്ടാമത്തെ ലൊക്കേറ്റർ ലൈറ്റുമായിട്ട് സെയിം തിങ് ചെയ്യാം. സോ ഇതിനെയും ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. സോ ഇപ്പോൾ നമ്മൾ ലൈറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓറിയൻറ്റേഷനും കിട്ടി, ലൈറ്റിൽ നിന്ന് ആ ഒരു ലൊക്കേറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ആവുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ എക്സ്പ്രഷൻ ആഡ് ചെയ്യാം. സോ എക്സ്പ്രഷൻ ആഡ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയിലേക്ക് വരിക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ന്യൂ എക്സ്പ്രഷൻ. സോ ഇവിടെ എക്സ്പ്രഷൻ്റെ എഡിറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ലൈറ്റിൻ്റെ ഷേപ്പ് സെലക്ട് ആയിട്ടുണ്ട്. ആൻഡ് ഏത് ആട്രിബ്യൂട്ടിലാണോ നമ്മൾ ക്രിയേറ്റ് ന്യൂ എക്സ്പ്രഷൻ കൊടുത്തത് അത് ഹൈലൈറ്റഡ് ആണ്. ഇവിടെ സെലക്ട് ഒബ്ജക്റ്റ് ആൻഡ് ആട്രിബ്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് ഷേപ്പിൻ്റെ ഷേപ്പ് നെയിം ഇൻറ്റൻസിറ്റിയും വന്നിട്ടുണ്ട്. സോ ഈ ഒരു ആട്രിബ്യൂട്ടിലേക്കാണ് നമ്മൾ എക്സ്പ്രഷൻ ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, നമ്മളുടെ ലൈറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആണ് എന്നുള്ളൊരു ജസ്റ്റ് മാത്തമാറ്റിക്സിൽ പറഞ്ഞ പോലെ സംതിങ് ഈസ് ഈക്വൽ ടു അനദർ തിങ് എന്നുള്ളൊരു സെറ്റപ്പാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡയമെൻഷൻ ഷേപ്പ് ക്ലിക്ക് ചെയ്യുക, ഇതിൻ്റെ ഷേപ്പ് നോഡിൽ പോവുക, ഈ ഷേപ്പ് നെയിം കോപ്പി ചെയ്യുക. ആൻഡ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ ഡിസ്റ്റൻസ് ഡയമെൻഷൻ 2 എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രാൻസ്ഫോമിൻ്റെ നെയിമാണ്. നമുക്ക് വേണ്ടത് ഷേപ്പിൻ്റെ നെയിമാണ്. കാരണം നമ്മൾ കൊടുക്കാൻ പോകുന്ന ആട്രിബ്യൂട്ട് ഷേപ്പ് നോഡിൻ്റെയാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഷേപ്പ് നോഡിൻ്റെയാണ്, ട്രാൻസ്ഫോം നോഡിൻ്റെ അല്ല. സോ ഷേപ്പ് 2 എന്ന് പറയുന്നത് കോപ്പി ചെയ്യുക, Ctrl C പിടിച്ച് കോപ്പി ചെയ്യുക ആൻഡ് ബാക്ക് ടു റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ന്യൂ എക്സ്പ്രഷൻ. എന്നിട്ട് ഈ ഒരു ഒബ്ജക്റ്റ് ഇതിലേക്ക് താഴേക്ക് ആഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ആട്രിബ്യൂട്ടിനെ സെലക്ട് ചെയ്യുക ഫുള്ളായിട്ട്, മിഡിൽ മൗസ് വെച്ച് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് താഴേക്ക് എക്സ്പ്രഷൻ പാനലിലേക്ക് ഇടുക. ഇനി നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ ആഡ് ചെയ്യാൻ ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത നെയിം പേസ്റ്റ് ചെയ്യുക. ആൻഡ് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഷേപ്പ് നോഡ് പിന്നെ ഡോട്ട് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇൻറ്റൻസിറ്റി. അതേപോലെ തന്നെയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. നമ്മളുടെ ഡിസ്റ്റൻസ് ഡയമെൻഷൻ്റെ ഷേപ്പ് നോഡ് ഡോട്ട് അതിൻ്റെ ആട്രിബ്യൂട്ട് വിച്ച് വാസ് ഡിസ്റ്റൻസ് ആയിരുന്നു അതിൻ്റെ ആട്രിബ്യൂട്ട്. സോ അത് സ്മോൾ ലെറ്ററിലാണ് കൊടുക്കേണ്ടത്. സോ ഇവിടെ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും നമ്മളുടെ ഈ ഒരു വാല്യൂ ഇവിടെ ആഡ് ആയി. ഇനി നമ്മളിത് മൂവ് ചെയ്യുമ്പോൾ കണ്ട ഈ ഒരു 17.76 എന്നുള്ള വാല്യൂ ഇവിടെ ഓട്ടോമാറ്റിക്കലി ലോഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ നമ്മളുടെ എക്സ്പ്രഷൻ ഇപ്പോഴും കംപ്ലീറ്റ് ആയില്ല. കാരണം നമുക്ക് വേണ്ടത് ഡിസ്റ്റൻസ് മാത്രമല്ല, ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറാണ്. സോ 2 തരത്തിൽ സ്ക്വയർ ചെയ്യാം. ഒന്ന്
മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ഒരു സെയിം ആട്രിബ്യൂട്ട് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുക. സോ അതിൻ്റെ സ്ക്വയറായി. ഇനി നമുക്കിത് വർക്ക് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. സോ ഇവിടുത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം ഒരു ആട്രിബ്യൂട്ടിലേക്ക് ഒരു എക്സ്പ്രഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇൻറ്റൻസിറ്റി ഉണ്ട്, എക്സ്പോഷർ ഉണ്ട്, അതിൻ്റെ കളർ ഉണ്ട്. സോ നമുക്ക് ഇൻറ്റൻസിറ്റിയിൽ എക്സ്പ്രഷൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പോഷറിൽ നമുക്ക് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാം. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പോയിന്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഹെഡിലാണ്. സോ ഹെഡ് നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാം. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു എക്സ്പ്രഷൻ വർക്ക് ആവുന്നുണ്ട്. എങ്ങനെ മൂവ് ചെയ്താലും ഇൻറ്റൻസിറ്റി ആ ഒരു പോയിന്റിൽ സെയിം ആയിട്ട് വരും. ഇനി ജസ്റ്റ് സ്ക്രിപ്റ്റിംഗ് പരിചയമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇനി ഇത്രയും നീളമുള്ള സ്ക്രിപ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല. ഇത് തന്നെ നമുക്ക് ചുരുക്കി വേറൊരു രീതിയിൽ ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഫംഗ്ഷനായിട്ട്, അതായത് ഇപ്പോൾ പറയുന്ന ഡിസ്റ്റൻസ് സ്ക്വയർ എന്നാണല്ലോ. സോ അതൊരു പവർ ഫംഗ്ഷനാണ്. സോ പവർ ഫംഗ്ഷന് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൽ ഷോർട്ട് ഫോം ഉണ്ട്. സോ അത് POW ആണ്. ആൻഡ് അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഫംഗ്ഷനിൽ 2 ആട്രിബ്യൂട്ട് ഉണ്ട്. ഒന്ന് നമ്മളുടെ ബേസ് വാല്യൂ, ഏത് വാല്യൂ ആണോ അതിൻ്റെ ബേസ് വാല്യൂ ആയിട്ട് വരുന്നത്, ആൻഡ് എക്സ്പൊണൻഷ്യൽ വാല്യൂ. എക്സ്പൊണൻഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടു ദ പവർ ഓഫ് അല്ലെങ്കിൽ ഘാതം എന്ന് പറയുന്ന അത് വരുന്നത്. 2 ഘാതം 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അതിൻ്റെ ബേസ് വാല്യൂ ആണ്. ഘാതം 8 എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്പൊണൻഷ്യൽ വാല്യൂ ആണ്. സോ ഇവിടെ നമ്മളുടെ എക്സ്പൊണൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്, സ്ക്വയർ ആയതുകൊണ്ട്. സോ നമ്മളുടെ ബേസ് വാല്യൂ കഴിഞ്ഞിട്ട് ഒരു കോമ ഇടുക, സ്പേസ് കൊടുക്കുക, എന്നിട്ട് എക്സ്പൊണൻഷ്യൽ വാല്യൂ ആഡ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. സോ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ആ വാല്യൂ ചേഞ്ച് ആയിട്ടില്ല. കാരണം നേരത്തെ നമ്മൾ കൊടുത്തതും ഇതും സെയിം വാല്യൂ തന്നെയാണ് നമുക്ക് തരുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ റിസൾട്ട് സെയിം തന്നെയാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഇൻറ്റൻസിറ്റിയിലേക്ക് ഈ ആട്രിബ്യൂട്ട് ആഡ് ചെയ്യുക. ഇനി ചില ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും ഇൻറ്റൻസിറ്റി ടോഗിൾ ചെയ്ത് വർക്ക് ചെയ്യുന്നവർ. അതായത് അവർക്ക് എക്സ്പോഷറിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ ഇൻറ്റൻസിറ്റിയിൽ വർക്ക് ചെയ്യാനായിരിക്കും താല്പര്യം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എക്സ്പോഷറിൽ നമുക്ക് ആട്രിബ്യൂട്ട് ഈ ഒരു എക്സ്പ്രഷൻ ആഡ് ചെയ്യാം. എന്നിട്ട് ഇൻറ്റൻസിറ്റി പിന്നീട് ലൈറ്റ് ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കും. സോ അതിന് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇൻറ്റൻസിറ്റിയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ആ വിൻഡോ ക്ലോസ് ചെയ്താലും നമുക്ക് വീണ്ടും തിരിച്ച് പോകാൻ പറ്റും. റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് എക്സ്പ്രഷൻ കൊടുത്താൽ മതി, ആ ഒരു എക്സ്പ്രഷൻ അവിടെ തന്നെ ഉണ്ടാവും. ഇനി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ഡിലീറ്റ് എക്സ്പ്രഷൻ കൊടുക്കാം. സോ വാല്യൂ നമുക്ക് ഡിഫോൾട്ട് ചെയ്യാം. ആൻഡ് ഇനി എക്സ്പോഷറിൽ കൊടുക്കുമ്പോൾ എക്സ്പോഷറും ഇൻറ്റൻസിറ്റിയും തമ്മിലുള്ളൊരു പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരേപോലെയല്ല വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻറ്റൻസിറ്റിയിലാണെങ്കിൽ ഒരു ഇൻറ്റൻസിറ്റിയിൽ നിന്ന് 2 ഇൻറ്റൻസിറ്റിയിലേക്കും 2 ഇൻറ്റൻസിറ്റിയിൽ നിന്ന് 3 ഇൻറ്റൻസിറ്റിയിലേക്കും ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റൻസിറ്റി തന്നെയാണ്. അതായത് 1 + 1 2, 2 + 1 3. പക്ഷേ എക്സ്പോഷറിലേക്ക് വരുമ്പോഴത്തേക്കും അതല്ല കഥ. എക്സ്പോഷറിൽ ഒരു എക്സ്പോഷറിൽ നിന്ന് 2 എക്സ്പോഷറിലേക്കുള്ള വ്യത്യാസം 1 എക്സ്പോഷറിൻ്റെ ഡബിൾ ആണ് 2 എക്സ്പോഷർ, 2 എക്സ്പോഷറിൻ്റെ ഡബിൾ ആണ് 3 എക്സ്പോഷർ, 3 എക്സ്പോഷറിൻ്റെ ഡബിൾ ആണ് 4 എക്സ്പോഷർ. സോ ഇപ്പോൾ എക്സ്പോഷറിൽ ഞാനിവിടെ എക്സ്പോഷറിൻ്റെ വാല്യൂ ഇടുകയാണ് 15. സോ എനിക്ക് 15 എന്ന് പറയുന്ന വാല്യൂവിൽ ഈ ഒരു ഇൻറ്റൻസിറ്റി കിട്ടുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് സേവ് ചെയ്യാണ്. ഇനി ഈ ഒരു 15 വാല്യൂ ഞാൻ ഇവിടെ എക്സ്പോഷർ 0 ആക്കിയിട്ട് ഇവിടെ ഇൻറ്റൻസിറ്റി 15 ഇട്ട് നോക്കാം. ബ്ലാക്ക് ആണ് വരുന്നത്. കാരണം ഇത് സെയിം അല്ല. നമ്മൾ എക്സ്പോഷർ 15 എന്ന് പറയുമ്പോൾ ശരിക്കും വാല്യൂ വരുന്നത് 2 to the power of 15 അല്ലെങ്കിൽ 2 ഘാതം 15 എത്രയാണോ അതാണ് അതിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. കാരണം ഈ സംഖ്യകൾ അല്ലെങ്കിൽ ഈ എക്സ്പോഷർ വാല്യൂ എപ്പോഴും ഡബിൾ ആവുകയാണ് ചെയ്യുക. അതായത് ഇപ്പോൾ വാല്യൂ ഫസ്റ്റ് വരുന്നത് 1 എക്സ്പോഷറിൽ വരുന്ന വാല്യൂ 1 ആണെങ്കിൽ 2ലേക്ക് വരുമ്പോൾ 2, 3ലേക്ക് വരുമ്പോഴത്തേക്കും 4, 4ലേക്ക് വരുമ്പോഴത്തേക്കും 8, 5 എക്സ്പോഷറിലേക്ക് വരുമ്പോഴത്തേക്കും 16, പിന്നെ 32, 64, 128, 256. സോ ഇങ്ങനെ ഡബിൾ ആവുകയാണ് വാല്യൂ. സോ എക്സ്പോഷറിനെ നമുക്ക് ഇൻറ്റൻസിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോഷറിൽ നമ്മളിട്ട 15 എന്ന വാല്യൂ നമ്മൾക്ക് പവർ ഫംഗ്ഷനിൽ ഉപയോഗിക്കണം. അതായത് 2 to the power of 15 എത്രയാണോ വാല്യൂ, ഈ 32,768 ആണ് ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ആ ഒരു സെയിം ഇൻറ്റൻസിറ്റി നമുക്കിവിടെ കിട്ടിയതായിട്ട് കാണാം. സോ എക്സ്പോഷർ പവർ ഫംഗ്ഷൻ ആയതുകൊണ്ട്
എക്സ്പോഷറിൽ നമ്മൾ എക്സ്പ്രഷൻ ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഫംഗ്ഷനിൽ ആട്രിബ്യൂട്ട് ഈ ഒരു എക്സ്പ്രഷൻ വർക്ക് ചെയ്യില്ല. നമുക്ക് എക്സ്പോഷറിനെ നമ്മളുടെ ഇൻറ്റൻസിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്പ്രഷനിൽ ചെറിയൊരു കുറച്ചും കൂടി ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്കുള്ള എക്സ്പ്രഷൻ ആഡ് ചെയ്യണം. അതായത് ലോഗരിതം, നമ്മൾ നേരത്തെ പവർ ഫംഗ്ഷൻ ഉപയോഗിച്ചു, അതേപോലെ ലോഗരിതം എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ് എക്സ്പോഷറിൽ യൂസ് ചെയ്യേണ്ടത്. സോ അതിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോഷർ എടുക്കുക, നമ്മളുടെ ഡിസ്റ്റൻസ് ഡയമെൻഷൻ ഷേപ്പ് 2 ഡോട്ട് ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ കോപ്പി പേസ്റ്റ് ചെയ്തു. ആൻഡ് ഇതിൻ്റെ സ്ക്വയർ എടുക്കണം. സോ സ്ക്വയർ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ പവർ 2. സോ ഇത് നമ്മളുടെ ഇൻറ്റൻസിറ്റിയിൽ ആണ് വർക്ക് ചെയ്തിരുന്നത്. ഇവിടെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂവിൻ്റെ ലോഗരിതം കണ്ടിട്ട് അതിനെയാണ് ഇവിടെ വാല്യൂ ആയിട്ട് ഇടുന്നത്. സോ ലോഗരിതം കാണുമ്പോഴുള്ള ലോഗ് നമ്മൾ ഉപയോഗിക്കുന്നത് ലോഗ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടാണ്. സോ പക്ഷേ ലോഗിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പവർ ഫംഗ്ഷനിൽ ബേസ് വാല്യൂ ഉള്ള പോലെ തന്നെ ലോഗിനും ഉണ്ട് ഒരു ബേസ്. അത് പക്ഷേ ബൈ ഡിഫോൾട്ട് ലോഗരിതത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ്, 10 എന്ന് പറയുന്ന വാല്യൂ. നമ്മൾ ഇവിടെ 2 to the power of ആണല്ലോ എക്സ്പോഷർ വയ്ക്കുന്നത്. സോ നമുക്ക് വേണ്ട ബേസ് വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. സോ 2 ബൈ ഡിഫോൾട്ട് ഒരു എക്സ്പ്രഷൻ ലാംഗ്വേജിൽ ഇല്ല. സോ അതിനായിട്ട് ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ബേസിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇഫ് ലോഗ് എ ഓഫ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബൈ ലോഗ് ബിക്ക് സമമാണ്. സോ ഇവിടെ നമ്മൾ ആ ഒരു ഇക്വേഷൻ അനുസരിച്ച് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ലോഗ് ബേസ് 10 ആയിട്ടുള്ള ഈ ഒരു വാല്യൂൻ്റെ ഇത് ഇക്വേഷൻ കാണുക, അതിനുശേഷം അതിനെ 2ൻ്റെ ലോഗരിതം കൊണ്ട് ഹരിക്കുക. സോ ഇതാണ് ഇക്വേഷൻ. ലോഗ് ഇത് എ ഓഫ് ബി, അതായത് ബി നമ്മളുടെ ഇവിടെ ഇക്വേഷനിൽ വരുമ്പോഴത്തേക്കും 2 ആണ് ബി ആയിട്ട് വരുന്നത്. എ എന്ന് പറയുന്നത് ഏത് വാല്യൂ ആണോ നമ്മളുടെ ലോഗരിതം കാണുന്നത്. ഇവിടെ നമ്മളുടെ ഈ ഒരു ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ ആണ് ലോഗ് എ. സോ നമ്മൾ ലോഗ് എ ആദ്യം അത് കഴിഞ്ഞിട്ട് ലോഗ് ബി വാല്യൂ 2 ആണ്, അതിന് ഡിവൈഡഡ് ബൈ ലോഗ് ബി. സോ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷനിലെല്ലാത്തിലും നമ്മൾക്ക് ഏത് സീനിലേക്ക് പോയാലും ആ സീനിൽ നിങ്ങൾക്ക് മാറ്റ് ചെയ്യേണ്ടി വരുന്ന ആകെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് ഡയമെൻഷൻ ഷേപ്പിൻ്റെ പേര് മാത്രമാണ്. സോ നമ്മൾക്ക് ഈ ഒരു ഇതിൽ ഓൾറെഡി ഞാനൊരു ഡിസ്റ്റൻസ് ഡയമെൻഷൻ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഡിസ്റ്റൻസ് ഡയമെൻഷൻ 2 എന്ന പേരിൽ വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ക്രിയേറ്റ് ചെയ്യുമ്പോൾ വരുന്നത് ഡിസ്റ്റൻസ് ഡയമെൻഷൻ 1 എന്നായിരിക്കും. സോ ആ ഒരു പേര് മാത്രമാണ് ഈ എക്സ്പ്രഷനിൽ മാറ്റി കൊടുക്കേണ്ടി വരിക, ബാക്കി എല്ലാം സെയിം ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലൈറ്റിൻ്റെ പേരും ഡിസ്റ്റൻസ് ഡയമെൻഷൻ്റെ പേരും പ്രോപ്പറായിട്ട് ഇതിൽ കൊടുത്തു എന്നുള്ളതാണ്, ബാക്കി എല്ലാം സെയിം ആണ്. സോ നമ്മളുടെ ഇക്വേഷൻ ഇതാണ്, ലോഗ് ഓഫ് ഈ ഒരു ഡിസ്റ്റൻസ് സ്ക്വയറിൻ്റെ പവർ ഡിസ്റ്റൻസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ലോഗ് ഓഫ് 2. സോ നമ്മളിത് എഡിറ്റ് ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ വാല്യൂ എക്സ്പോഷറിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്കിത് കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെ നമുക്ക് ഇൻറ്റൻസിറ്റിയിലാണെങ്കിൽ വാല്യൂ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റുക, എക്സ്പോഷറിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ നമ്മൾ മൂവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ ഒരു ഹെഡ് പോയിന്റിൽ എക്സ്പോഷറിൻ്റെ എക്സ്പ്രഷൻ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ എക്സ്പോഷറിലേക്ക് ഈ ഇക്വേഷൻ കൺവേർട്ട് ചെയ്യുന്നത്. ആൻഡ് നൗ നമുക്ക് നോഡ് ബേസ്ഡ് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ എല്ലാം ഡിലീറ്റ് ചെയ്യാണ്. സോ നോഡ് ബേസ്ഡ് വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഡിസ്റ്റൻസ് ഡയമെൻഷൻ ഷേപ്പ് ആവശ്യമാണ്. ലൈക്ക് നമുക്ക് നോഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് നോഡ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. വിൻഡോസിൽ നോഡ് എഡിറ്റർ ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇപ്പം നമ്മളിത് സെലക്ട് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അത് നോഡ് എഡിറ്ററിലേക്ക് ആഡ് ആയി. ഇതിൽ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ ഷേപ്പും ഡിസ്റ്റൻസ് ഡയമെൻഷൻ ഷേപ്പ്, ഈ 2 ഷേപ്പ് നോഡുകളാണ് നമുക്ക് ആവശ്യം. അതിൽ ഈ ഡിസ്റ്റൻസ് ഡയമെൻഷൻ ഷേപ്പിൻ്റെ സൈഡിലുള്ള ഈ ഒരു 3 ലൈൻസ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം ഓപ്പൺ ആവും. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമുക്കിതിൽ കാണാം. ആൻഡ് ഇവിടെ ലൈറ്റിൻ്റെയും ആട്രിബ്യൂട്ട്സ് ഇവിടെ ക്ലിയർ ആണ്. സോ ലൈറ്റിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ സെയിം മെത്തേഡ് നോഡിലൂടെ ആവർത്തിക്കുന്നതേ ഉള്ളൂ. സോ നമുക്ക് അർനോഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ
ആ ഒരു നമ്മൾ നേരത്തെ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഡയമെൻഷൻ ഷേപ്പിൻ്റെ ഡിസ്റ്റൻസിൻ്റെ പവർ ഫംഗ്ഷൻ കണ്ടു, അതായത് സ്ക്വയർ ചെയ്തു. അതിനായിട്ട് നമുക്ക് അർണോൾഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നോഡാണ് AIPOW എന്ന് പറയുന്നത്, അതായത് പവർ എന്ന് പറയുന്ന നോഡ്. സോ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ബേസ് വാല്യൂ ഉണ്ട്, എക്സ്പോണൻറ്റ് വാല്യൂ ഉണ്ട്. സോ നമ്മളുടെ ഡിസ്റ്റൻസ് ആണ് നമ്മളുടെ ഇതിലെ ബേസ് വാല്യൂ. സോ നമുക്ക് ബേസിൽ നേരിട്ട് ബേസിൻ്റെ ഈ ഒരു സർക്കിളിലേക്ക് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് 3 ചാനലുള്ള ആട്രിബ്യൂട്ടാണ്. നമ്മളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സിംഗിൾ ചാനലാണ്. സോ നമുക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് റെഡ് ഗ്രീൻ ബ്ലൂ ചാനലിലേക്ക് കണക്ട് ചെയ്യണം. എന്നിട്ട് ഇത് നോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റിയിലും എക്സ്പോഷറിലും ഈ നോഡ് വർക്കാവില്ല. സോ നമുക്ക് ആകെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലോട്ട് എന്ന് പറയുന്നത് കളറാണ്. സോ നമ്മളത് കളറിലേക്ക് കണക്ട് ചെയ്തു. ഇനി നമ്മൾ എക്സ്പോണൻറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂവിൽ ഇപ്പോൾ RGBയിലാണെങ്കിൽ 0 to 1 നമ്മൾ എല്ലായിടത്തും 2 ആക്കി കൊടുക്കുക. അല്ല HSVയിലാണെങ്കിൽ നമ്മൾ വാല്യൂ 2 ആക്കി കൊടുക്കുക. സോ 2 ആണ് നമ്മളുടെ എക്സ്പോണൻറ്റ് വാല്യൂ. സോ ഇനി നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. സോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ എക്സ്പോഷർ ചേഞ്ച് ചെയ്യാം. രണ്ടിലും ഒരേപോലെ വർക്ക് ചെയ്യും. സോ നമുക്കിവിടെ ഫ്ലെക്സിബിലിറ്റി കൊടുക്കണം. വീണ്ടും ഹെഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ എക്സ്പ്രഷൻ നോട്ട് ബേസ്ഡും പ്രോപ്പറായിട്ട് വർക്കാവും. ഇനി നിങ്ങൾ അർണോൾഡ് അല്ല യൂസ് ചെയ്യുന്നത്, വേറൊരു സോഫ്റ്റ്വെയർ ആണ്. ഫോർ എക്സാമ്പിൾ റെഡ് ഷിഫ്റ്റ് ആയിരിക്കാം, റെൻഡർമാൻ ആവാം, വീറ ആവാം. അങ്ങനെ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മായയുടെ ഡിഫോൾട്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് എന്ന് പറയുന്നൊരു നോഡുണ്ട്, അത് സെലക്ട് ചെയ്യുക. അതിൽ ഇൻപുട്ട് 1ലേക്കും 2ലേക്കും ഈ ഡിസ്റ്റൻസ് ആട്രിബ്യൂട്ട് തന്നെ എല്ലാ ചാനലിലേക്കും XYZയുടെ ഇൻപുട്ട് 1ൻ്റെയും 2ൻ്റെയും XYZയിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് കളറിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓപ്പറേഷൻ മൾട്ടിപ്ലൈ ആക്കി കൊടുക്കുക. സോ ഇവിടെ ചെയ്യുന്നത് ബേസിക് തിങ് തന്നെ. നേരത്തെ നമ്മൾ ഫസ്റ്റ് ചെയ്ത എക്സ്പ്രഷൻ ഡിസ്റ്റൻസ് ഡയമെൻഷൻ ഷേപ്പിൻ്റെ ഡിസ്റ്റൻസ് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. സെയിം തിങ് ആണ് ഇവിടെ ഇൻപുട്ട് 1ലേക്കും 2ലേക്കും നമ്മൾ സെയിം വാല്യൂ കണക്ട് ചെയ്തു. ഇത് രണ്ടും തമ്മിൽ ഓപ്പറേഷൻ നടക്കുന്നത് മൾട്ടിപ്ലിക്കേഷനാണ്. നോർമലി മാത്തമാറ്റിക്സിലുള്ള ഗുണനം തന്നെയാണ് ഈ ഒരു ഇതിൽ നടക്കുന്നത്. സോ ഈ ഒരു വാല്യൂവിലും ആ എക്സ്പ്രഷൻ പ്രോപ്പറായിട്ട് വർക്കാവും. സോ ഈ ഒരു നോട്ട് ബേസ്ഡ് വർക്ക് ഫ്ലോ പ്രിഫർ ചെയ്യുന്നവർക്ക് നോട്ട് ബേസ്ഡ് വർക്ക് ചെയ്യാം. സോ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറിൽ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഓൾറെഡി ഒരു നോഡ് കണക്ട് ആയതുകൊണ്ട് നമുക്ക് കളറിൽ പിന്നീട് വേറെ ഒന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ കണക്ട് ചെയ്യണമെന്നുള്ളവർക്ക് പിന്നീട് വീണ്ടും ഒരു ഇപ്പോൾ അർണോൾഡ് ആണെങ്കിൽ ഒരു ടെമ്പറേച്ചർ കണക്ട് ചെയ്യണം നോക്കുക ഫോർ എക്സാമ്പിൾ. സോ ഒരു AI ബ്ലാക്ക് ബോഡി ക്രിയേറ്റ് ചെയ്തു. ആൻഡ് AI ബ്ലാക്ക് ബോഡി യൂസ് ചെയ്യണമെങ്കിൽ നോർമലൈസ് ഓപ്ഷൻ ഓൺ ആക്കിയിടണം, കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റ് ഇൻറ്റൻസിറ്റി വ്യത്യാസപ്പെടും. സോ ആൻഡ് ഒരു AI കമ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഈ ഒരു മൾട്ടിപ്ലൈ ഡിവൈഡിനെയും ബ്ലാക്ക് ബോഡിയും അതിൻ്റെ Aയിലേക്കും Bയിലേക്കും കണക്ട് ചെയ്തു. എന്നിട്ട് ഇതിനെ ഞാൻ കളറിലേക്ക് കണക്ട് ചെയ്തു. ഇവിടെ ഓപ്പറേഷൻ വരുന്നത് മൾട്ടിപ്ലൈ ആണ്, കാരണം നമ്മളുടെ ബൈ ഡിഫോൾട്ട് ഒരു ലൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇൻറ്റൻസിറ്റിയും കളറും തമ്മിൽ മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത്. സോ സെയിം തിങ് ആണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്, മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ വരേണ്ട ഓപ്പറേഷൻ. സോ ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ടെമ്പറേച്ചർ മാറും, ലൈറ്റ് ഇൻറ്റൻസിറ്റി പ്രോപ്പറായിട്ട് അതേപോലെ വർക്കാവുകയും ചെയ്യും. ഇനി ടെമ്പറേച്ചർ മാറുകയല്ല, നമുക്കൊരു ഫയൽ ടെക്സ്ചറാണ് കണക്ട് ചെയ്യുന്നത്, അതും ചെയ്യാം. ഫയൽ ടെക്സ്ചർ കണക്ട് ചെയ്തും ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു സോഫ്റ്റ് ബോക്സിൻ്റെ ഇമേജ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇമേജ് ആഡ് ചെയ്യാം. എന്നിട്ട് സെയിം മെത്തേഡിൽ വർക്ക് ചെയ്യുകയും ചെയ്യാം. സോ നോട്ട് ബേസ്ഡിലും ഇത് നമ്മളുടെ നോർമൽ വർക്ക് ഫ്ലോയെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല, എല്ലാം ചെയ്യാം. ജസ്റ്റ് ഒരു 2 നോഡ് കൂടുതൽ വരുമെന്നേ ഉള്ളൂ നോട്ട് ബേസ്ഡ് വർക്ക് ചെയ്യുമ്പോൾ. ആൻഡ് സോ ഇതാണ് നമ്മളുടെ സിമ്പിൾ മാജിക് എക്സ്പ്രഷൻസ്. ആൻഡ് ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഈ ഒരു ഡിസ്റ്റൻസ് ഡയമെൻഷൻ ഷേപ്പ് ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു സോഫ്റ്റ്വെയറിൽ നമുക്കിത് റെപ്ലിക്കേറ്റ് ചെയ്യണം. അവിടെ എക്സ്പ്രഷൻ ഉണ്ടാവും
എക്സ്പ്രഷൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിങ് എല്ലാത്തിലും ഉള്ളൊരു കാര്യമാണ്. സോ നമ്മൾ അതിൻ്റെ ഒരു ടൂള് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട കാര്യമുള്ളൂ. ആൻഡ് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, PBR ലൈറ്റ്സ് ഉണ്ടാവും, സോ അത് ക്രിയേറ്റ് ചെയ്യാം. മേ ബി ലൊക്കേറ്റർ ഇല്ല, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഡയമെൻഷൻ ഷേപ്പ് ഇല്ല, അങ്ങനെ ഒരു ടൂളില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഈ ഒരു ലൊക്കേറ്റർ, ഡിസ്റ്റൻസ് ഡയമെൻഷൻ, ഷേപ്പ് എല്ലാം ഡിലീറ്റ് ചെയ്യണം. നമ്മളുടെ ലൈറ്റും ഈ ഒരു ലൊക്കേറ്റർ മാത്രമേ ഉള്ളൂ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് ഈ ലൊക്കേറ്റർ ഇല്ലാതെ വേറൊരു സോഫ്റ്റ്വെയറിൽ ലൈറ്റ്സും മാത്രം വെച്ചിട്ട് എങ്ങനെ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. സോ അതിനായിട്ട് നമുക്ക് ബേസിക്കലി എന്തെങ്കിലും ഒരു പോളിഗൺ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഞാനൊരു സ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ഇത് നോൺ റെൻഡറബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റ് ഡിസ്പ്ലേയിൽ ടെംപ്ലേറ്റ് ആക്കുകയാണ്. ആൻഡ് സ്കെയിൽ കുറച്ച് ചെറുതാക്കുകയാണ്. ആൻഡ് നമ്മളുടെ ലൊക്കേറ്ററിൽ എവിടെയാണോ ഇരിക്കുന്നത് ആ സെയിം പ്ലേസിലേക്ക് തന്നെ ഞാനിത് പ്ലേസ് ചെയ്യും. ആൻഡ് ഞാൻ ആ ലൊക്കേറ്ററിൽ എഡിറ്റ് ചെയ്യാം. സോ ഈ സ്ഫിയറിലേക്ക് നമ്മളുടെ ലൈറ്റിനെ നമുക്ക് വീണ്ടും കൺസ്ട്രെയിൻ ചെയ്യണം. സോ അതിനായിട്ട് ഫസ്റ്റ് നമ്മളുടെ ലൈറ്റിനെ ഓറിയൻറ്റ് ചെയ്യാം പ്രോപ്പർലി എക്സ് ആൻഡ് വൈ ആക്സിസ്. ആൻഡ് ഫസ്റ്റ് ലൈറ്റ് സെലക്ട് ചെയ്യുക, സ്ഫിയർ സെലക്ട് ചെയ്യുക, ലൈറ്റ് സെലക്ട് ചെയ്യുക, കൺസ്ട്രെയിൻ എ. നേരത്തെ നമ്മൾ സെറ്റിങ്സ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇതിൽ ഇനി ഓപ്ഷനിലേക്ക് പോകേണ്ട, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ഓറിയൻറ്റഡ് ആയി. സോ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. സോ ഇതിന് നമ്മളൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് 3D സ്പേസിലുള്ള 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്തമാറ്റിക്കലി ഒരു ഇക്വേഷൻ ഉണ്ട്. അത് ഇങ്ങനെയാണ്: ഡിസ്റ്റൻസ് d ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 ഹോൾ സ്ക്വയർ. ഇതിൽ x2 x1 അല്ലെങ്കിൽ y2 y1 z2 z1 എന്ന് പറയുന്നത് 2 ഒബ്ജക്റ്റിൻ്റെയും ട്രാൻസ്ലേറ്റ് x y z വാല്യൂസ് ആണ്. സോ x2 എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ ട്രാൻസ്ലേറ്റ് x ആണെങ്കിൽ y2 ഉം z ഉം ആ ഒരു ലൈറ്റിൻ്റെ തന്നെ ട്രാൻസ്ലേറ്റ് y ഉം z ഉം ആയിരിക്കണം, മാറിപ്പോകാൻ പാടില്ല. സോ നമ്മൾ ആ ഒരു ഇക്വേഷൻ, മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എക്സ്പ്രഷനിലേക്ക് എങ്ങനെ ആഡ് ചെയ്യുമെന്ന് ഇനി നോക്കാം. സോ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ സ്ഫിയറിനെ ഇപ്പോൾ ഒന്ന് ലൊക്കേറ്റർ എന്ന് നെയിം ചെയ്യുകയാണ്. സോ ലൈറ്റിലേക്ക് വരാം. ആൻഡ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ നമ്മൾ നേരത്തെ നോട്ട് ബേസ്ഡ് എക്സ്പ്രഷൻ കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ എക്സ്പ്രഷൻ പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല. ആൻഡ് ബാക്കി എല്ലാ സെറ്റിങ്സ് ഡിഫോൾട്ടിലേക്ക്, ഇൻറ്റൻസിറ്റിയിലേക്ക് നമ്മൾ എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ആൻഡ് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ട്രാൻസ്ലേറ്റ് എക്സ് വൈ സെഡ് എല്ലാ വാല്യൂസും വരുന്നത് ട്രാൻസ്ഫോം വാല്യൂസിലാണ്. അതായത് ഷേപ്പ് നോഡിലല്ല. ഇപ്പോൾ നമ്മൾ ലൈറ്റിൻ്റെയും ലൊക്കേറ്ററിൻ്റെ ഒക്കെ കഴിഞ്ഞാൽ ഷേപ്പ് നോഡിലല്ല, നമ്മളുടെ ലൊക്കേറ്റർ അതായത് ഇതിൻ്റെ ട്രാൻസ്ഫോം നോഡിലാണ് ട്രാൻസ്ലേറ്റ് എക്സ് വൈ സി എല്ലാം വരുന്നത്, ലൈറ്റിൻ്റെ ആയാലും ഒബ്ജക്റ്റിൻ്റെ ആയാലും. സോ നമ്മളിവിടെ ട്രാൻസ്ലേറ്റ് എക്സ് വൈ സി ആഡ് ചെയ്യുമ്പോൾ ഷേപ്പ് നോഡ് ചേർത്തല്ല ആ ഒരു നെയിം ടൈപ്പ് ചെയ്യേണ്ടത്. സോ ഇതൊരു ലെങ്തി എക്സ്പ്രഷനാണ്. നമ്മുടെ സ്ക്വയർ റൂട്ടും പിന്നീട് x2 - x1 ഹോൾ സ്ക്വയർ എന്നൊക്കെ പറയുന്ന വലിയ കോംപ്ലിക്കേറ്റഡ് ഉള്ള എക്സ്പ്രഷൻ ആയതുകൊണ്ട് നമുക്ക് പതിയെ പോകാം. കാരണം ഞാനിത് ഈ ഒരു എക്സ്പ്രഷൻ പഠിച്ചത് ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് പഠിച്ച കുറച്ച് എക്സ്പ്രഷൻസും കാര്യങ്ങളുമാണിത്. സോ മോസ്റ്റ്ലി എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ലെങ്ത്തിൽ പോകുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ഈ ഒരു ലോഗരിതം അല്ലെങ്കിൽ പവർ ഫംഗ്ഷൻ, സ്ക്വയർ റൂട്ട് എന്നുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഒരു ഇക്വേഷൻ കഴിഞ്ഞിട്ട് അതിനോട് അനുബന്ധിച്ച് അടുത്ത ഇക്വേഷൻ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഈ x2 - x1 ബ്രാക്കറ്റ്സിൽ ഇടേണ്ടി വരും. സോ നമുക്ക് ബ്രാക്കറ്റ്സിൻ്റെ എണ്ണം, അതിൻ്റെ പൊസിഷൻ എന്നുള്ളതൊക്കെ പെട്ടെന്ന് തെറ്റിപ്പോകാൻ വളരെ സാധ്യതയുള്ള കാര്യങ്ങളാണ്. സോ നമ്മൾ ഒറ്റയടിക്ക് ഇത് എഴുതാതെ കറക്റ്റ് ഒരു പ്രോപ്പർ വേയിൽ പോവുക. സോ ഫസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് x2 - x1 എന്ന് പറയുന്നിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഫോർമുലയാണ്. സോ ഫസ്റ്റ് നമുക്ക് x2 എന്ന് പറയുന്നത് നമ്മളുടെ ലൈറ്റിൻ്റെ ട്രാൻസ്ലേറ്റ് എക്സ് ആയിട്ട് എടുക്കാം. സോ നമുക്ക് ഫസ്റ്റ് എടുക്കേണ്ടത് ലൈറ്റിൻ്റെ നെയിം ടൈപ്പ് ചെയ്യാൻ LGT ഡോട്ട് അതിൻ്റെ ആട്രിബ്യൂട്ട് എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ലേറ്റ് എക്സ്. ഇതാണ് നമ്മൾ x2. സോ -x1 നമ്മളുടെ ലൊക്കേറ്ററിൻ്റെ ട്രാൻസ്ലേറ്റ് എക്സ്. സോ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വാല്യൂ 0. ബിക്കോസ് നമ്മൾ ഇതിപ്പോൾ രണ്ടിൻ്റെയും വാല്യൂ സെയിം ആണ്. ഒരു എക്സിൻ്റെ ഇപ്പോൾ ഇവിടെ ലൈറ്റിൻ്റെ ട്രാൻസ്ലേറ്റ് എക്സ് ചെക്ക് ചെയ്താലും ലൊക്കേറ്ററിൻ്റെ ട്രാൻസ്ലേറ്റ് എക്സ് ചെക്ക് ചെയ്താലും രണ്ടും സെയിം വാല്യൂ ആണ്. കാരണം ഓറിയൻറ്റേഷൻ ഇതിൻ്റെ സെയിം ആണ്. സോ അതുകൊണ്ടാണ് നമുക്ക് ഒന്നിൽ നിന്ന് മറ്റേതിൽ മൈനസ് ചെയ്യുമ്പോൾ 0 വരുന്നത്. നമുക്ക് ലൈറ്റ് ഒന്ന് പതിയെ മൂവ് ചെയ്ത് നോക്കാം.
സോ ഇൻറ്റൻസിറ്റി നെഗറ്റീവ് വാല്യൂസിലേക്ക് പോകില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു ചെറിയ വാല്യൂ നിന്ന് വലിയ വാല്യൂ ആണ് മൈനസ് ചെയ്യുന്നതെങ്കിൽ ഇതിപ്പോൾ ലൈറ്റിൻ്റെ വാല്യൂ -ആണ്, ലൊക്കേറ്ററിൻ്റെ വാല്യൂ +ആണ്. സോ ലൈറ്റിൻ്റെ വാല്യൂ ചെറുതും ലൊക്കേറ്ററിൻ്റെ വാല്യൂ വലുതുമായതുകൊണ്ട് മൈനസ് വാല്യൂ ആയിരിക്കും റിസൾട്ട്. സോ മൈനസ് നമ്മളുടെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ കാണിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും 0 കാണിക്കുന്നത്. സോ നമുക്ക് ഇതിന് പോസിറ്റീവ് സൈഡിലേക്ക് നീക്കാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റിയിൽ വാല്യൂ വരുന്നു. സോ നമ്മളുടെ എക്സ്പ്രഷൻ പ്രോപ്പറാണ്. എഡിറ്റ് കൊടുക്കാം. സോ ഇനി ഇതിൻ്റെ അടുത്തത് വരുന്നത് സ്ക്വയർ. സോ നമുക്ക് നേരത്തെ ഉപയോഗിച്ച പവർ ഫംഗ്ഷൻ ഉപയോഗിക്കാം സ്ക്വയർ ചെയ്യാനായിട്ട്. സോ ഇതൊരു ഫുൾ ഫസ്റ്റ് ഇക്വേഷനാണ്. ഇതിന് ഇത് മൈനസ് ഇതിന് ശേഷം വേണം പവർ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ. സോ അതുകൊണ്ട് നമ്മൾ ഇതിനെ ബ്രാക്കറ്റ് വെച്ച് സെപ്പറേറ്റ് ചെയ്യണം ആദ്യം. ആൻഡ് ഇവിടെ പവർ ഫംഗ്ഷൻ്റെ ഒരു ബ്രാക്കറ്റ് എക്സ്ട്രാ വരും. പിന്നീട് ഈ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ കഴിഞ്ഞിട്ട് (2) ആൻഡ് ബ്രാക്കറ്റ് ക്ലോസ്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ്. ഇപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. സോ ഇപ്പോൾ ആലോചിച്ച് നോക്കുക, ഇതൊരു x2 - x1 മാത്രമാണ്. ഇനി ഇത് കഴിഞ്ഞ് പ്ലസ് y2 - y1, z2 - y1. സോ ബേസിക്കലി ഈ ഒരു എക്സ്പ്രഷൻ ഭയങ്കര ലെങ്ത് ആയിട്ട് പോവുകയാണ്. സോ ഈ ഒരു ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് വേരിയബിൾസ്. സോ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. എക്സ്പ്രഷനിൽ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിങ്ങിൽ ഒരു വേരിയബിൾ എന്ന് പറയുന്നത് അത് ഒരു പെർട്ടിക്കുലർ വാല്യൂവിനെ അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ടിനെ ആ ഒരു വേരിയബിളിൻ്റെ വാല്യൂവിലേക്ക് സൂക്ഷിക്കും. സോ ഇപ്പോൾ നമ്മൾ പറയുകയാണ് വേരിയബിൾ എ എന്ന് പറയുന്നത് LGT.translate_x ആണ്. സോ നമ്മൾ ഇവിടെ അങ്ങനെ ഒരു വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ LGT_translate_x എന്ന് ഇവിടെ എഴുതുന്നതിന് പകരം ആ വേരിയബിളിൻ്റെ നെയിം ഇട്ടാൽ മതി. സോ ആ വേരിയബിളിൻ്റെ നെയിം മായ കാണുമ്പോൾ ആ മായ എന്താണ് വേരിയബിളിൻ്റെ വാല്യൂ എന്ന് തപ്പും. എന്നിട്ട് അത് ആ വേരിയബിളിൽ തപ്പുമ്പോൾ ഇതാണല്ലേ LGT_translate_x ആണ് വാല്യൂ. സോ ആ വാല്യൂ എടുത്തിട്ട് ഇതിൽ കൊണ്ട് പ്ലേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യും. സോ ഇതാണ് ബേസിക്കലി വേരിയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വേരിയബിളിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡോളർ വെച്ചിട്ടാണ്. ഞാനിവിടെ സിമ്പിളായിട്ട് എ എന്നുള്ളൊരു പേരാണ് ഫസ്റ്റത്തെ വേരിയബിളിന് കൊടുക്കുന്നത്. സോ ആ വേരിയബിളിൻ്റെ വാല്യൂ ആയിട്ട് ഞാൻ LGT.translate_x കൊടുക്കുന്നു. നമുക്കിവിടെ ഡോളർ കഴിഞ്ഞിട്ട് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ log1, log_x, log_y ലൊക്കേറ്ററിൻ്റെ ആണെന്ന് കാണിക്കാം, അല്ലെങ്കിൽ LGT_x, LGT_y അങ്ങനെ പേരും കൊടുക്കാം. ഞാനിവിടെ ചുമ്മാ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് $A എന്ന് മാത്രം കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പേര് വരെ കൊടുക്കാം. ആൻഡ് ഇവിടെ ഈ ഒരു വേരിയബിൾ കഴിഞ്ഞിട്ട് നമ്മൾ ഈ വേരിയബിൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സിമ്പിൾ ഇട്ട് കൊടുക്കണം. സിമ്പിളിൻ്റെ പേര് എനിക്കറിയില്ല. ആൻഡ് എൻ്റർ ചെയ്യുക. നമുക്ക് രണ്ടാമത്തെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഒരു എക്സിൻ്റെ മാത്രമാണ് ക്രിയേറ്റ് ചെയ്തത്. ഇനി നമുക്ക് വൈയുടെയും ഇസഡിൻ്റെയും ഇതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. സോ y ആൻഡ് $C is equal to LGT.translate_x z. സോ ഇതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ലൊക്കേറ്ററിൻ്റെയും വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാം. x, y, z. സോ ഇനി നമുക്ക് ഇവിടെ ജസ്റ്റ് LGT_translate_xൻ്റെ വേരിയബിൾ എന്ന് പറയുന്നത് $A ആണ്. ജസ്റ്റ് ഇവിടെ $A കൊടുക്കുക. രണ്ടാമത്തെ ലൊക്കേറ്ററിൻ്റെ translate_x ആണ്. ഇവിടെ പ്രോപ്പറായിട്ട് നമുക്ക് നോക്കി ശ്രദ്ധിക്കുക, ഇത് മാറിപ്പോകരുത്. ലൊക്കേറ്റർ translate_x എന്ന് പറയുന്നത് $T ആണ്. സോ $T കൊടുക്കുക. ഇനി നമുക്കിത് എഡിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വാല്യൂ മാറുന്നുണ്ടെങ്കിൽ നമ്മളുടെ എക്സ്പ്രഷൻ തെറ്റിയെന്നാണ്. എഡിറ്റ് ചെയ്തപ്പോൾ വാല്യൂ മാറുന്നില്ല, ബിക്കോസ് നമ്മളുടെ വാല്യൂ പ്രോപ്പറാണ്. ഇനി നമ്മൾ അടുത്തത് ഇത് x2 - x1 ആണ്. നമ്മൾ പ്ലസ് ചെയ്യുക. പ്ലസ് ചെയ്തിട്ട് അടുത്തത് വരുന്നത് ഈ ഒരു സെയിം ഇക്വേഷൻ തന്നെ നമുക്ക് വേണമെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം. y2 - y1 ജസ്റ്റ് ഈ ഡോളറിൻ്റെ ഇതിൽ B ആൻഡ് E ആക്കി കൊടുക്കുക. ആൻഡ് അടുത്തത് പ്ലസ് കോപ്പി പേസ്റ്റ് C ആൻഡ് F. സോ ഇത് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇക്വേഷനിൽ സ്ക്വയർ റൂട്ട് ഓഫ് ഈ ഒരു x2 - x1 y2 - y1 അങ്ങനെയാണ്. സോ ഈ ഒരു സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് മാത്രമാണ്. നമ്മളുടെ എക്സ്പ്രഷനിൽ നമുക്കറിയാം ലൈറ്റ് ഷേപ്പ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് അല്ല, ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആണ്. സോ നമ്മളുടെ ടോട്ടൽ ഇക്വേഷനിൽ സ്ക്വയർ റൂട്ട് ഓഫ് ഈ ഒരു വാല്യൂ ഓൾ ടു ദ പവർ ഓഫ് 2 ഉണ്ട്, അതായത് ഓൾ സ്ക്വയർ ഉണ്ട്. സോ ഈ സ്ക്വയർ റൂട്ടും സ്ക്വയറും തമ്മിൽ ക്യാൻസൽ ആയിപ്പോവും.
സോ നമുക്ക് ഇക്വേഷനിൽ ടോട്ടലി വരുന്നതെന്ന് പറയുന്നത് ഇത്രയും പാർട്ട് മാത്രമാണ്. സോ ഇത് നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻറ്റൻസിറ്റിയിൽ ഒരു വാല്യൂ കിട്ടി. ഇനി നമുക്കിത് വർക്ക് ആവുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെ വീണ്ടും നമ്മൾ ഇൻറ്റൻസിറ്റി കൂട്ടി നോക്കാം. ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചറിയാം. എക്സ്പ്രഷൻ നമ്മളുടെ ഡിസ്റ്റൻസ് ഡയമെൻഷൻ ഷേപ്പ് ഇല്ലാതെയും പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇനി സെയിം തിങ് നിങ്ങൾക്ക് ഇൻറ്റൻസിറ്റിയിലേക്ക് അല്ലെങ്കിൽ എക്സ്പോഷറിലേക്ക് ചെയ്യണം നോക്കുക. എക്സ്പ്രഷൻ ഡിലീറ്റ് ചെയ്തു, ബാക്ക് ടു 1, എക്സ്പോഷറിലേക്ക് പോവുക. നമ്മൾ നേരത്തെ ഞാൻ ആ ഒരു ഫുൾ എക്സ്പ്രഷൻ കോപ്പി ചെയ്തിരുന്നു. സോ ഇതിൽ നേരത്തെ ചെയ്ത സെയിം പരിപാടി, ലോഗരിതം ബ്രാക്കറ്റിൽ ഈ ഒരു ഫുൾ എക്സ്പ്രഷൻ വരും. ആൻഡ് എന്നിട്ട് ഡിവൈഡഡ് ബൈ ലോഗരിതം ടു ദ ബേസ് 2. സോ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് തെറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി തന്നെയാണ് എപ്പോഴും കിടക്കുന്നത്. നമുക്ക് വേണ്ടത് എക്സ്പോഷറാണ്. എഡിറ്റ് ചെയ്യും. സോ നമുക്ക് എക്സ്പോഷറിൽ ഒരു വാല്യൂ വന്നിട്ടുണ്ട്. ഇനി ഇത് പ്രോപ്പറാണെന്ന് ചെക്ക് ചെയ്യാം. സോ നമുക്കിപ്പോഴും ഇവിടെയും കാണാം എക്സ്പോഷറും ഈ ഒരു ഇക്വേഷൻ വെച്ച് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു എക്സ്പ്രഷൻ വെച്ചിട്ട് നമ്മളുടെ കോൺസ്റ്റൻറ്റ് എക്സ്പോഷർ ലൈറ്റ് ക്രിയേറ്റ് ചെയ്തത്. സോ ഇനി നമുക്ക് ഷാഡോ എങ്ങനെയാണ് കോൺസ്റ്റൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഷാഡോൻ്റെ സോഫ്റ്റ്നെസ് എങ്ങനെയാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുക എന്നുള്ളത് നോക്കാം. സോ അതിൻ്റെ ഇക്വേഷൻ സിമ്പിളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലൈറ്റ് ഒരു സീനിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ, ഇപ്പോൾ ഏരിയ ലൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് ഒരു പെർട്ടിക്കുലർ ഏരിയ ഉണ്ടെന്ന് നോക്കുക. സോ ഇപ്പോൾ അതൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ നിന്ന് ആ ഒബ്ജക്റ്റിനെ ലിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഡബിൾ ആവുകയാണെങ്കിൽ ആ ഒരു ലൈറ്റിൻ്റെ സീനിലേക്കുള്ള എഫക്റ്റീവ് സൈസ് എന്ന് പറയുന്നത് ചെറുതായി. അപ്പോൾ ആ ഒരു സൈസ് പ്രൊപ്പോർഷനേറ്റ്ലി വലുതാവുകയാണെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് കൂടിയെങ്കിലും നമ്മൾ എക്സ്പ്രഷൻ ഇട്ടേക്കുന്നതുകൊണ്ട് ഇൻറ്റൻസിറ്റി വ്യത്യാസം വരുന്നില്ല. വലിപ്പം ഓട്ടോമാറ്റിക്കലി കൂടിക്കഴിഞ്ഞാൽ സൈസും വ്യത്യാസം വരുന്നില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അതിൻ്റെ ഒരു ഷാഡോൻ്റെ സോഫ്റ്റ്നെസ് സെയിം ആയിട്ടേക്കും. പക്ഷേ ഷാഡോൻ്റെ പൊസിഷനും ചെറിയൊരു വ്യത്യാസം വരും. ഇത് എക്സാക്ട് 100% ആക്യുറേറ്റ് ആവില്ല. കാരണം പൊസിഷൻ അനുസരിച്ച് ഷാഡോയിൽ ചെറിയൊരു വ്യത്യാസം വരും. നമ്മൾ അതിനെ സൈസ് വെച്ചിട്ട് കുറച്ചൊന്ന് ക്രമീകരിക്കുന്നതേ ഉള്ളൂ. ബിക്കോസ് ലൈറ്റ് ഡിസ്റ്റൻസിലേക്ക് പോകുന്നതോറും സൈസ് കൂടുമ്പോഴത്തേക്കും ഇൻഡയറക്റ്റ് ബൗൺസസ് എല്ലാം ആ ഒരു ഷാഡോയിലേക്ക് ബൗൺസ് ചെയ്യുന്നതിൻ്റെ അളവ് അതെല്ലാം ചേഞ്ച് ആവും. സോ ഒരിക്കലും ആക്യുറേറ്റ് അതേപടി ഉള്ളൊരു ഇത് കിട്ടില്ല. നമുക്കൊരു അപ് ടു എ ലെവൽ അതിനൊന്ന് മാച്ച് ചെയ്യാം എന്നേ പറയാൻ പറ്റുള്ളൂ. സോ നമുക്കിവിടെ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഈ ഒരു ഷാഡോ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ശ്രദ്ധിക്കുക. ഇത് ഞാനൊന്ന് സ്നാപ്ഷോട്ട് ചെയ്യുകയാണ്. ഇനി ഈ ഒരു ലൈറ്റിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പിറയിലേക്ക് എടുക്കുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഷാഡോ ചെറിയ പൊസിഷൻ വ്യത്യാസമുണ്ട്, പക്ഷേ ഷാഡോൻ്റെ എഡ്ജ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്നെസ് എത്രത്തോളം വ്യത്യാസമായി മനസ്സിലാവും. സോ ഇതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രിപ്റ്റിൽ എക്സ്പ്രഷൻ കൊടുക്കേണ്ടത് ഇതിൻ്റെ സ്കെയിലിലേക്കാണ് ലൈറ്റിൻ്റെ. സോ അതിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ പൊസിഷനിലെ ലൈറ്റിൻ്റെ സൈസും അതിൻ്റെ ഡിസ്റ്റൻസും നമുക്ക് പ്രോപ്പർ ഓക്കെ ആണ് എന്ന് വിചാരിക്കുക. അതായത് ഈ ഒരു സോഫ്റ്റ്നെസ് എനിക്ക് ഓക്കെയാണ്. സോ ആ ഒരു പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ സ്കെയിലിലേക്ക് ഫസ്റ്റ് നമ്മളുടെ നേരത്തെ ചെയ്ത പോലെ ഡിസ്റ്റൻസ് ഡയമെൻഷൻ്റെ ഷേപ്പ് നെയിം കോപ്പി ചെയ്യുക, ലൈറ്റിൻ്റെ സ്കെയിലിലേക്ക് വരിക. സ്കെയിൽ എക്സിലും വൈയിലുമാണ് നമുക്ക് എക്സ്പ്രഷൻ കൊടുക്കേണ്ടത്. സോ നമ്മൾ സ്ക്വയർ ലൈറ്റ് ആയിരിക്കും, അതായത് സ്കെയിൽ എക്സും വൈയും ഒരേപോലെയാണെങ്കിൽ നമുക്ക് ഒരെണ്ണത്തിൽ എക്സ്പ്രഷൻ കൊടുത്തിട്ട് സ്കെയിൽ വൈ ഈസ് ഈക്വൽ ടു സ്കെയിൽ എക്സ് എന്നുള്ളൊരു എക്സ്പ്രഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളാണ്. പക്ഷേ രണ്ടും വ്യത്യാസമാകുമ്പോഴത്തേക്കും രണ്ടിലും നമുക്ക് സെപ്പറേറ്റ് എക്സ്പ്രഷൻ കൊടുക്കണം. സോ നമുക്ക് ഫസ്റ്റ് രണ്ടും ഒരേ വാല്യൂ ആകുമ്പോൾ എങ്ങനെ എക്സ്പ്രഷൻ കൊടുക്കണമെന്ന് നോക്കാം. സോ സ്കെയിൽ എക്സ് എടുക്കുക ഈസ് ഈക്വൽ ടു നമുക്ക് ആ ഒരു
ഡിസ്റ്റൻസ് ഡയമെൻഷൻ്റെ ഡിസ്റ്റൻസ് ആട്രിബ്യൂട്ട് കൊടുക്കാം. ആൻഡ് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആട്രിബ്യൂട്ടിനെ നമ്മളുടെ കറൻറ്റ് വാല്യൂ എത്രയാണോ അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുക. അത് 39.027597. സോ ഈ ഒരു കാൽക്കുലേഷൻ ആദ്യം വരണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു കറൻറ്റ് പൊസിഷനിൽ ഈ ഒരു കാൽക്കുലേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം ഈ ഒരു കറൻറ്റ് സ്കെയിൽ വെച്ചിട്ട്. സോ 6.865 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമ്മളുടെ സ്കെയില് ഉണ്ടായിരുന്ന സ്കെയില് സെയിം തന്നെയാണ്, ഇപ്പോൾ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. കാരണം ഈ ഒരു ഡിസ്റ്റൻസ് ഡയമെൻഷൻ ഷേപ്പിൻ്റെ ഡിസ്റ്റൻസിൻ്റെ വാല്യൂ ഈ വാല്യൂ സെയിം ആണ്. ആൻഡ് അത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 1 ആണ്. 1നെ ഈ ഒരു വാല്യൂയോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം വാല്യൂ തന്നെ കിട്ടും. ആൻഡ് ഇപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്കിനി ചെയ്യേണ്ടത് വൈയിലേക്കുള്ള എക്സ്പ്രഷനാണ്. സിൻസ് നമ്മളുടെ സ്കെയിൽ എക്സ് സ്കെയിൽ വൈയും സെയിം വാല്യൂ ആയതുകൊണ്ട് സ്കെയിൽ വൈ ഈസ് ഈക്വൽ ടു സ്കെയിൽ എക്സ് എന്ന് കൊടുത്തിട്ട് ആ എക്സ്പ്രഷൻ ക്ലോസ് ചെയ്യാം. സോ ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ഷാഡോ നമ്മൾ കണ്ടു. ഇനി നമ്മളിതിനെ ബാക്കിലേക്ക് കൊണ്ടുപോവാണ് ലൈറ്റിന്. സോ ഇപ്പോൾ നോക്കിയാൽ ഈ ഒരു സോഫ്റ്റ്നെസ് ഓൾമോസ്റ്റ് ക്ലോസ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പ്രഷൻ ഇല്ലായിരുന്ന സമയത്ത് ഇത്ര ഷാർപ്പായിരുന്നു. സോ ഇതാണ് വിത്തൗട്ട് എക്സ്പ്രഷൻ, ഇത് വിത്ത് എക്സ്പ്രഷൻ ക്ലോസ്ലി മാച്ച് ആവുന്നുണ്ട്. സോ ഇതാണ് സിമ്പിളായിട്ട് എക്സ്പ്രഷൻ ആഡ് ചെയ്യുന്ന മെത്തേഡ് സ്കെയിലിലേക്ക്. ഇനി നമുക്ക് വേറൊരു സിറ്റുവേഷൻ നോക്കാം. നമ്മളുടെ സ്കെയിൽ വൈ എന്ന് പറയുന്നത് കുറച്ച് വ്യത്യാസമുണ്ടെന്ന് വിചാരിക്കുക. ഇതൊരു 6ഉം ഇതൊരു 4ഉം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് നമുക്ക്. സോ ഇവിടെ വരുമ്പോഴത്തേക്കും ചെയ്യേണ്ടത് നമ്മളുടെ കോപ്പി പോയി കോപ്പി ചെയ്യുക, ലൈറ്റിലേക്ക് വരിക, സ്കെയിൽ ക്രിയേറ്റ് എക്സ്പ്രഷൻ, ഡിസ്റ്റൻസ് നേരത്തെ ചെയ്ത പരിപാടി തന്നെ ഡിവൈഡ് ബൈ കറന്റ് വാല്യൂ 35.62311 ബ്രാക്കറ്റിലേക്ക് കൊണ്ടുപോവുക, ഡിവൈഡഡ് ബൈ 6. ഇത് നമ്മളുടെ ഫസ്റ്റ് എക്സ്പ്രഷൻ. ഇനി വൈയിലേക്ക് വരുമ്പോഴത്തേക്കും സെയിം എക്സ്പ്രഷൻ കോപ്പി ചെയ്യുക, ലൊക്കേറ്ററിൻ്റെ സ്കെയിൽ എക്സ് എന്നുള്ള സ്കെയിൽ വൈ ആക്കുക. ഇവിടെ ഈ ഒരു വൈയുടെ സ്കെയിൽ എന്ന് പറയുന്നത് 4 ആണ്. ആ 4 നമ്മളുടെ സ്കെയിലിൻ്റെ സ്ഥാനത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. സോ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. സോ രണ്ടിലും എക്സ്പ്രഷൻ ആഡായി. ഇത് നോക്കിക്കഴിഞ്ഞാൽ സംഭവിച്ചല്ലോ. ഓക്കെ, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് പകരം ഡിവിഷൻ കൊടുത്തു. സോ എഡിറ്റ് ചെയ്യാം. സോ ഇങ്ങനെയുള്ള എററുകൾ സംഭവിക്കുക സാധാരണമാണ്. ഇതെല്ലാം പക്ഷേ ഗുണമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ പ്രൊഡക്ഷനിലേക്ക് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള എറേഴ്സൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളോട് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഫിക്സ് ചെയ്യാൻ പറയുക. സോ എറർ ചെക്കിംഗ് ഒരു ശീലമൊക്കെ അത് എൻജോയ് ചെയ്യുക. and go. So again same thing. So ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രൊപ്പോർഷനേറ്റ്ലി സ്കെയിൽ എക്സും വൈയും ചെറുതാകും വലുതാകും ചെയ്യണം. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. ആൻഡ് മറ്റ് 3D ഇൻട്രസ്റ്റ് ഉള്ള ലൈറ്റിംഗ് ആൻഡ് ലുക്ക് ഡെവലപ്മെൻറ്റ് ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ആൻഡ് കൂടുതൽ ട്യൂട്ടോറിയൽസിനും
ഫ്യൂച്ചർ കണ്ടൻസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു നല്ല ട്യൂട്ടോറിയലായിട്ട് കാണുന്നവരെ ദിസ് ഇസ് വാറ്റ് സൈനിങ് ഓഫ്. ബൈ ബൈ.